ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം അമ്മാ ബഅദ്. കഴിഞ്ഞ ആയത്തുകളിൽ അല്ലാഹു തആല ഏകദൈവ വിശ്വാസത്തെ പറ്റിയാണ് നമുക്ക് അറിയിച്ചു തന്നത്. തുടർന്നുള്ള ആയത്തുകളിലും ആരാധനക്കർഹൻ അല്ലാഹു മാത്രമാണ്, അല്ലാഹുവിൽ ആരെങ്കിലും പങ്കു ചേർക്കുക എന്നുള്ളത് ഏറ്റവും വലിയ തെറ്റാണെന്ന കാര്യം അറിയിച്ചിരുകയാണ്. هو الذي جعل لكم الليل لتسكنوا فيه والنهار مبصرا إن في ذلك لآيات لقوم يسمعون. നിങ്ങൾ സമാധാനം കരസ്ഥമാക്കുന്നതിന് നിങ്ങൾക്ക് അല്ലാഹു രാത്രിയെ ഉണ്ടാക്കി തന്നു, പകലിനെ വെളിച്ചമുള്ളതുമാക്കി. കാര്യം കേട്ട് മനസ്സിലാക്കുന്നവർക്ക് അവയിൽ ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട്. ഖാലു ഇത്തഖദല്ലാഹു വലദൻ സുബ്ഹാനഹു ഹുവൽ ഗനി ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് ഇൻ ഇൻദകും മിൻ സുൽത്താനിൻ ബിഹാദാ أتقولون على الله ما لا تعلمون. അല്ലാഹു മകനെ സ്വീകരിച്ചുവെന്ന് അവർ പറയുന്നു. അല്ലാഹു പരിശുദ്ധനും ആരുടെയും ആവശ്യമില്ലാത്തവനുമാണ്. ആകാശഭൂമികളിലുള്ളതെല്ലാം അവനുള്ളതാണ്. നിങ്ങളുടെ പക്കൽ ഈ വിഷയത്തിൽ ഒരു രേഖയുമില്ല. നിങ്ങൾക്ക് അറിവില്ലാത്ത കാര്യം അല്ലാഹുവിൻ്റെ മേൽ വെച്ചുകെട്ടി പറയുകയാണോ? قل إن الذين يفترون على الله الكذب لا يفلحون. പറയുക, അല്ലാഹുവിൻ്റെ മേൽ കളവ് കെട്ടിച്ചമച്ച് പറയുന്നവർ വിജയം വരിക്കുന്നതല്ല. മതാഉൻ ഫിദ്ദുനിയാ സുമ്മ ഇലൈനാ മർജിഉഹും ثم إلينا مرجعهم ثم نذيقهم العذاب الشديد بما كانوا يكفرون. അവർ ഇഹലോകത്ത് കുറച്ച് സുഖം അനുഭവിക്കുന്നതാണ്, ശേഷം അവരുടെ മടക്കം നമ്മിലേക്കാണ്. അവർ നിഷേധിച്ചതിന് പകരമായി കഠിന ശിക്ഷ അവരെ നാം രുചിപ്പിക്കുന്നതാണ്. ഈ ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു തആല ഏകനാണെന്ന കാര്യം അറിയിച്ചിരുകയാണ്. അവന് യാതൊരു പങ്കുകാരും ചേർക്കാനുള്ള യാതൊരു വകുപ്പുമില്ല. കാരണം അല്ലാഹു തആലയ്ക്ക് തുല്യനായി മറ്റാരെയും കണ്ടെത്താൻ സാധിക്കുന്നതല്ല. രാത്രിയെയും പകലിനെയും നിയന്ത്രിക്കുന്നത് അല്ലാഹു തആലയാണ്. മനുഷ്യർക്ക് വിശ്രമിക്കാൻ അനുയോജ്യമായ രീതിയിൽ രാത്രിയെ അല്ലാഹു തആല ഏർപ്പാടാക്കുകയുണ്ടായി. മനുഷ്യന് ജോലി ചെയ്യാനും അവൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാനുമുള്ള രീതിയിൽ പകലിനെ അല്ലാഹു ഏർപ്പാടാക്കുകയുണ്ടായി. ഇത് അല്ലാഹുവിൻ്റെ വലിയ അനുഗ്രഹമാണ്. അല്ലാഹു തആലയാണ് സൂര്യനെ നിയന്ത്രിക്കുന്നവൻ. രാത്രിയെയും പകലിനെയും നിയന്ത്രിക്കുന്നത് അല്ലാഹു തആലയാണ്. ഖുർആനിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് അല്ലാഹു ചോദിക്കുന്നുണ്ട്, അല്ലാഹു എങ്ങാനും രാത്രി മാത്രം മതിയെന്ന് വിചാരിക്കുകയാണെങ്കിൽ പകലിനെ നിങ്ങളിൽ ആർക്കാണ് കൊണ്ടുവരാൻ സാധിക്കുക? അല്ലാഹു എങ്ങാനും പകൽ മാത്രം മതിയെന്ന് വിചാരിക്കുകയാണെങ്കിൽ രാത്രിയെ നിങ്ങളിൽ ആർക്കാണ് കൊണ്ടുവരാൻ സാധിക്കുക? മനുഷ്യൻ്റെ ജീവിതം തന്നെ പ്രയാസത്തിലായി തീരുമായിരുന്നു രാത്രി പകൽ എന്നൊരു രീതി ഇല്ല എങ്കിൽ. അല്ലാഹു തആല മനുഷ്യന് സമാധാനമടങ്ങാനും വിശ്രമിക്കാനും രാത്രിയെ അല്ലാഹു ഏറ്റവും അനുയോജ്യമായ രീതിയിൽ നിർണ്ണയിക്കുകയുണ്ടായി. അതുപോലെ ജോലി ചെയ്യാനും മറ്റാവശ്യ പൂർത്തീകരണങ്ങൾക്കും വേണ്ടി പകലിനെയും അല്ലാഹു നിർണ്ണയിച്ചു. ഇതിനെ അല്ലാഹു ഈ രീതിയിൽ നിർണ്ണയിച്ചിട്ടില്ല എങ്കിൽ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ താളം വരെ തെറ്റിപ്പോകുമായിരുന്നു. ഇത് അല്ലാഹുവിൻ്റെ വലിയൊരു കരുണയാണ്. ഈ രാത്രിയെയും പകലിനെയും നിയന്ത്രിക്കാൻ അല്ലാഹുവിനല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക? നിങ്ങൾ ആൾദൈവങ്ങളായി കാണുന്ന ആളുകൾ, നിങ്ങൾ ദൈവങ്ങളായി കാണുന്ന മറ്റ് വസ്തുക്കൾ, നിങ്ങൾ അല്ലാഹുവിൽ പങ്കു ചേർക്കുന്ന വസ്തുക്കൾ, ഇതിനെല്ലാം ഈ കാണുന്ന രാത്രിയെയും പകലിനെയും നിയന്ത്രിക്കാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കുന്നതല്ല. അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും രാത്രിയെയും പകലിനെയും നിയന്ത്രിക്കാൻ സാധിക്കുന്നതല്ല. നിങ്ങൾ യഥാർത്ഥമായി ചിന്തിക്കുകയാണെങ്കിൽ ഈ രാത്രിയും പകലും മാറി മറഞ്ഞു വരുന്നതിൽ നിങ്ങൾക്ക് അല്ലാഹുവിനെ കണ്ടെത്താൻ സാധിക്കുന്നതാണ്. അവന് തുല്യനായി മറ്റാരുമില്ല എന്ന് മനസ്സിലാക്കാനും സാധിക്കുന്നതാണെന്ന് ഈ ആയത്തിലൂടെ അല്ലാഹു തആല അറിയിക്കുകയാണ്. രണ്ടാമതായി ഓതിയ ആയത്തിലൂടെ അല്ലാഹു അറിയിക്കുകയാണ്, ഇങ്ങനെയുള്ള സർവ്വലോക രക്ഷിതാവായ എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന എല്ലാത്തിനെയും സൃഷ്ടിച്ച അല്ലാഹുവിന് സന്താനമുണ്ടെന്ന് നിങ്ങൾ പറയുന്നത് എത്ര വലിയ അപരാധമാണ്.
അള്ളാഹു പരിശുദ്ധനാണ്. അള്ളാഹു ആരുടെയും ആവശ്യമില്ലാത്തവനാണ്. ആകാശഭൂമികളിലുള്ള എല്ലാ വസ്തുക്കളും അള്ളാഹുവിൻ്റെ അധീനതയിലാണ്. അള്ളാഹു തആല എല്ലാത്തിൻ്റെയും സൃഷ്ടാവാണ്. അങ്ങനെയുള്ള അള്ളാഹുവിന് ഒരിക്കലും സന്താനങ്ങളുടെ ആവശ്യമില്ല. അള്ളാഹുവിന് സഹായിയുടെ ആവശ്യവുമില്ല. അള്ളാഹു തആല ഗനിയാണ്, എല്ലാത്തിൽ നിന്നും നിരാശ്രനാണ്. അങ്ങനെയുള്ള അള്ളാഹുവിന് ഒരു സന്താനത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഇണയുടെയോ ആവശ്യമില്ല. ഇണ ഉണ്ടാവുക, സന്താനം ഉണ്ടാവുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ പദവിക്ക് യോജിച്ച കാര്യവുമല്ല. ഇങ്ങനെ അള്ളാഹുവിൻ്റെ പദവിക്ക് യോജിക്കാത്ത കാര്യം അള്ളാഹുവിന് ഉണ്ട് എന്ന് പറയുന്നത് എത്ര വലിയ അക്രമമാണ്. അവർ പറയുന്നതിൽ യാതൊരു തെളിവും അവരുടെ കയ്യിലില്ല. അള്ളാഹു സന്താനങ്ങളിൽ നിന്നും പരിശുദ്ധനാണെന്ന കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ കളവ് പറയുന്ന ആളുകൾ അവർ മനസ്സിലാക്കിക്കൊള്ളട്ടെ, ഇരുലോകത്തും അവർക്ക് പരാജയമായിരിക്കും ഉണ്ടാവുക. ഒരിക്കലും അവർക്ക് വിജയം ലഭിക്കുന്നതോ അള്ളാഹുവിൽ നിന്നുമുള്ള തൃപ്തി ലഭിക്കുന്നതോ അല്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. അതുകൊണ്ട് സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിൻ്റെ കീഴിലാണ് ബാക്കി എല്ലാ വസ്തുക്കളും ഉള്ളത്. അള്ളാഹുവിന് തുല്യമായി മറ്റാരും ഉണ്ടാവുന്നതല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന് സന്താനമുണ്ടെന്ന് പറയൽ തെറ്റായ കാര്യമാണ്. അള്ളാഹുവിന് മേൽ കളവിനെ കെട്ടിച്ചുമക്കലാണെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നു. എന്നിട്ട് നിഷേധികളായ അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ആളുകളോട് അള്ളാഹു പറയുകയാണ്, ഈ ഭൗതികമായ സുഖത്തിലും ലഹരിയിലും നിങ്ങൾ ജീവിച്ചു കൊള്ളുക. കുറച്ചു കാലം മാത്രമേ നിങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്ക് കുറച്ചു കാലം ദുനിയാവിൻ്റെ സുഖങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ ഒരു ദിവസം നിങ്ങൾ അള്ളാഹുവിലോട്ട് മടക്കപ്പെടുന്നതാണ്. ആ സമയത്ത് നിങ്ങൾ ഏത് വസ്തുക്കളെയാണോ, ഏത് മനുഷ്യന്മാരെയാണോ, ഏത് പ്രവാചകന്മാരെയാണോ അള്ളാഹുവിൽ പങ്കുചേർത്തത്, അവരാരും നിങ്ങളോടൊപ്പം ഉണ്ടാവുന്നതല്ല. അവരെല്ലാവരും നിങ്ങളെ കൈയൊഴിയുന്നതാണ്. ആ സന്ദർഭത്തിൽ അള്ളാഹു നിങ്ങളെ ശക്തമായി ശിക്ഷിക്കുന്നതും നിങ്ങൾ അള്ളാഹുവിൻ്റെ വിഷയത്തിൽ പറഞ്ഞ അപരാധത്തിന് ശക്തമായ ശിക്ഷ നിങ്ങൾക്ക് നൽകുന്നതുമാണെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ പാപികൾക്കും, എല്ലാ നിഷേധികൾക്കും, ബഹുദൈവ ആരാധകർക്കും ദുന്യാവിൽ അല്പകാലം സുഖിച്ച് ജീവിക്കാം, ഭൗതികമായ സുഖങ്ങൾ ആസ്വദിക്കാം. എന്നാൽ ഇതിനെല്ലാം ഒരു അന്ത്യമുണ്ട്. മരണത്തോടുകൂടി നിങ്ങളുടെ സുഖങ്ങളും അവസാനിക്കുന്നതാണ്. നിങ്ങൾ മടക്കപ്പെടുന്നത് അള്ളാഹുലോട്ടാണ്. അവിടെ നിങ്ങൾക്ക് യാതൊരു ന്യായവും പറയാൻ സാധിക്കുന്നതല്ല. അവിടെ നിങ്ങളുടെ ഏകദൈവ വിശ്വാസവും സൽക്കർമ്മങ്ങളും മാത്രമായിരിക്കും സഹായികളായി ഉണ്ടാവുക എന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു തആല അറിയിക്കുകയാണ്. ചുരുക്കി പറയുകയാണെങ്കിൽ അള്ളാഹുവിൽ പങ്കുചേർക്കൽ വലിയ തെറ്റാണ്. തൗഹീദിൽ അടിയുറച്ച് നിൽക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ വിജയത്തിന് കാരണമാവുന്ന കാര്യമെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നു. അള്ളാഹു തആല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.